ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഭയങ്കര സങ്കടമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റഹീമിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. റഹീമിൻ്റെ മോചനം ഇന്നലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, നവംബർ 17 ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് എന്താ പറയുക, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. 8 മിനിറ്റ് എന്തോ ആണ് ആ റഹീമിൻ്റെ വക്കീലിൽ നിന്നും ഇതൊക്കെ കേട്ടത്. 8 മിനിറ്റ് മാത്രമാണ് കേട്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 14 ദിവസത്തേക്ക് വീണ്ടും തള്ളി എന്നൊക്കെ പറയുന്നു. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. എന്താ പറയുക, ആ ഉമ്മ കണ്ണീരും കയ്യോടുകൂടി ആ മോനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു. പക്ഷേ മോനെ കണ്ടു. പക്ഷേ മോചനം കിട്ടിയിട്ടില്ല. മോചനദ്രവ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോടികൾ കൊടുത്തിട്ടും അത് എന്തുകൊണ്ടാണ് നീണ്ടു പോകുന്നതെന്ന് വെച്ചാൽ, എന്താ പറയുക, റഹീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു. കൂട്ടുപ്രതി എന്താ പറയുക, ജാമ്യത്തിലിറങ്ങിയിട്ട് ഏതോ ഒരു വിധേന നാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ ഇനി ഇത് വീണ്ടും നീട്ടിവെച്ചത് എന്നൊന്നും അറിയില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ്. എന്താ പറയുക, ആ ഉമ്മയാണെങ്കിലും ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. മോൻ ഇന്നലെയെങ്കിലും ജയിൽ മോചിതനാവുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. വല്ലാത്ത സങ്കടം തോന്നിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. റഹീമിനാണെങ്കിലും റഹീമിൻ്റെ ഉമ്മാക്കാണെങ്കിലും അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആളുകൾ ഇവരെ വെച്ച് മുതലെടുക്കുകയാണ്. അതിൽ പിന്നിൽ ഒരുപാട് ആളുകൾ ഓരോ എന്താ പറയുക, റീച്ചിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. റഹീമിൻ്റെ മോചനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതും ഇതും പറഞ്ഞിട്ട് പല ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും അങ്ങനെ പല രീതിയിൽ അത് കൊണ്ടെത്തിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, അവിടുത്തെ അന്വേഷിക്കുന്ന അവരെയും കുറ്റപ്പെടുത്തി. എന്താ പറയുക, റഹീമിൻ്റെ ഉമ്മ അവിടെ പോവരുത് എന്നായിരുന്നു റഹീമിൻ്റെ ആഗ്രഹം. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞ് റഹീമിൻ്റെ ഉമ്മ അവിടെ പോയി. എന്നിട്ടും റഹീം പറഞ്ഞു, എനിക്ക് ഉമ്മാനെ കാണണ്ട, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഉമ്മാനെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെയും കാണുകയുണ്ടായി. ഉമ്മാക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്ത് ഉമ്മ കണ്ടു. പക്ഷേ റഹീമിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. ചങ്ങലക്കെട്ട അവസ്ഥയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഉമ്മാനെ കാണണ്ട എന്നുള്ളത് ഒരു ഇതുകൊണ്ടാണ് റഹീം ഉമ്മാനെ കാണണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മാനെ കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് പല യൂട്യൂബേഴ്സ് പല രീതിയിലാക്കി മാറ്റി. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ആ ഉമ്മ എത്ര വർഷത്തോളമായി നേരം പോലെ ഒന്ന് ചിരിക്കാൻ പോലും ആ ഉമ്മാക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും വർഷം ഒരു മോൻ ജയിൽവാസം അനുഭവിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, മോചനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടും മോചനം കിട്ടാതെ പിന്നെയും 14 ദിവസം നീട്ടിവെക്കുക. അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ ഉമ്മാൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ റഹീമിൻ്റെ അവസ്ഥ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്താ പറയുക, നമുക്ക് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യാം. ആ മോൻ എത്രയും പെട്ടെന്ന് നാടണയാൻ കഴിയട്ടെ. ഇനി 14 ദിവസം എന്ന് പറയുന്നത്, ആ 14 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഇനി ശരീഅത്ത് നിയമപ്രകാരം എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നതൊന്നും അറിയില്ല. ഹിജറ വർഷം എത്ര വർഷമൊക്കെയാണ് ഒരാളെ ഇത് കൊന്നു കഴിഞ്ഞ് എത്ര വർഷം ജയിൽ മോചിതനാകണം, കാരാഗ്രഹത്തിൽ കിടക്കണം എന്നൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി 14 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഇത് ശുഭവാർത്ത ആയിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അത്രയ്ക്കും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് റഹീമിനെ. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ജയിൽവാസമൊന്നും അല്ല. 2 കാലിലും ചങ്ങലയ്ക്ക് ഇട്ടിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് എന്താ പറയുക, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഒരു വിധി ആർക്കും വരാതിരിക്കട്ടെ. ഒരു കയ്യബദ്ധത്തിൽ പറ്റിയൊരു ഇതാണ്. വേണം വെച്ച് ചെയ്തത് പോലുമല്ല. വേണം വെച്ച് ചെയ്യുന്നവരൊക്കെ എത്ര സുഖമായിട്ട് ഇതാവുന്നത് മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചൊരു കയ്യബദ്ധത്തിൽ സംഭവിച്ചൊരു ഇതാണ്. എന്നിട്ടും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ. എന്താ പറയുക, റഹീം ചെയ്ത ആ ഒരു തെറ്റ് അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്നേ അത് പോയിട്ടുണ്ടാകും. അത്രയും കാരാഗ്രഹം അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഇനി 14 ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ശുഭവാർത്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കാം. ഇനിയും എന്താ പറയുക, ഇനിയും ഒരു കാരാഗ്രഹം ഉള്ളൊരു ഇതായിരിക്കല്ലേ ഇനി നാടണയാൻ റഹീമിന് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. ആ ഉമ്മാൻ്റെ കണ്ണുനീരിനൊരു ഇതുണ്ടാവട്ടെ. ഒരുപാട് സങ്കടമുണ്ട്. ഓരോരുത്തർ എന്തെല്ലാം പല രീതിയിലാണ് പറഞ്ഞുണ്ടാക്കി. ഓരോ യൂട്യൂബേഴ്സ് ആണെങ്കിലും എന്തെല്ലാം രീതിയിലാണ് ഓരോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി. എല്ലാ കഥകളാണ് മെനയുന്നത്. കൂടെ ഉള്ളവർ തന്നെ റഹീമിനെ ചതിക്കുന്ന ഒരു അവസ്ഥ. റീച്ചിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓരോ ക്ലിപ്പ് എടുത്ത് അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും, അതുപോലെ തന്നെ റഹീമിന് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഫോൺ എടുക്കാൻ സമ്മതിക്കാതെയും അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല വിധേന ആ ഉമ്മാനെയും മോനെയും പല
രീതിയിലാണ് ആളുകൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്താണ് ദുആ ചെയ്യാം. ആ ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് മോനെ നാട്ടിൽ വന്ന് കാണാനുള്ളൊരു, ഉമ്മ നാട്ടിൽ തിരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റഹീമൊന്നും അറിയാതെയാണ് എന്താണ് സൗദിയിൽ ഉമ്മയും സഹോദരനും എത്തിയത്. ആ സഹോദരനാണ് സഹോദരൻ്റെ കൂടെ വരണ്ടെന്നൊക്കെയാണ് റഹീം അന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണതെന്നൊന്നും അറിയില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് മോനെ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.